അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഒരുപാട് പേർ കുറേ പ്രശ്നങ്ങൾ പറഞ്ഞുകൊണ്ട് ദുആ ചെയ്യാൻ പറയാറുണ്ട്. അവരുടെ എല്ലാ പ്രയാസങ്ങളും അല്ലാഹു തആല മാറ്റിക്കൊടുക്കട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. എന്ത് വിഷമങ്ങളാണോ അവരുടെ മനസ്സിലുള്ളത് അതെല്ലാം അല്ലാഹു മാറ്റിത്തരട്ടെ. നമ്മൾ അല്ലാഹുവിനോട് ദുആ ചെയ്യുക, എല്ലാ പ്രശ്നവും വിഷമവും നീക്കി സലാമത്താകാൻ. അതുപോലെ എല്ലാവരുടെയും ഹലാലായ കാര്യങ്ങൾ ഹാസിലാക്കി തരട്ടെ. ആമീൻ. എല്ലാവരും പരസ്പരം എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യുക. ഇൻഷാ അല്ലാഹ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഒറ്റ ദിവസം കൊണ്ട് ചൊല്ലിയപ്പോൾ ഫലം കിട്ടിയ ഒരു ദിക്റിനെ കുറിച്ചാണ്. ഇത് ചൊല്ലാൻ വേണ്ടിയിട്ട് 7 ദിവസം നിയ്യത്താക്കി വെച്ചിരുന്നു. പക്ഷേ ഒരു ദിവസം കൊണ്ട് തന്നെ ഇതിനുള്ള ഫലം ഉത്തരം ലഭിച്ചു. കാരണം ആത്മാർത്ഥതയോടുകൂടി അത്രയും പ്രയാസത്തോടുകൂടി ആ അനുഭവിക്കുന്ന വിഷമത്തിൻ്റെ ഇതിൽ കരഞ്ഞുകൊണ്ട് ചൊല്ലിയപ്പോൾ ഒരു ദിവസം കൊണ്ട് തന്നെ ഇതിന് ഉത്തരം കിട്ടിയ ഒരു ദിക്റാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് പ്രയാസം അനുഭവിക്കുന്ന എല്ലാവരും, ഇത് കേൾക്കുന്ന എല്ലാവരും ധൈര്യമായി ചൊല്ലിക്കോളി, ആത്മാർത്ഥമായിട്ട്. തീർച്ചയായും നിങ്ങൾക്കും ഉത്തരം കിട്ടുന്നതാണ്. എല്ലാവർക്കും അറിയുന്ന, ആരും കേൾക്കാത്ത ഒരു ദിക്റുമല്ല. എല്ലാവരും ഒരുപാട് പ്രാവശ്യം കേട്ട ഒരു ദിക്റാണ് ഇത്. എല്ലാവരും പഠിച്ച് എല്ലാവർക്കും അറിയുന്ന ഒരു ദിക്റും കൂടിയാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നത് കേട്ട് ശ്രദ്ധിച്ച് കേട്ട് മനസ്സിലാക്കി ചൊല്ലുക. ഞാൻ 7 ദിവസം ചൊല്ലാൻ നിയ്യത്താക്കി വെച്ചതായിരുന്നു. പക്ഷേ ഒരു ദിവസം കൊണ്ട് തന്നെ, ഒരു ദിവസമാകുമ്പോഴത്തേക്കും എനിക്ക് ഇതിൻ്റെ ഉത്തരം കിട്ടി. അൽഹംദുലില്ലാഹ്. അത്രയും പ്രയാസത്തോടു കൂടിയാണ് ഇത് ചൊല്ലിയത്. അതുകൊണ്ടായിരിക്കാം ഇതിന് പെട്ടെന്ന് ഉത്തരം കിട്ടിയത്. അപ്പോൾ നിങ്ങൾക്കും ഇതിന് ഉത്തരം കിട്ടുന്നതാണ് ഇൻഷാ അല്ലാഹ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം മീനിൻ്റെ വയറ്റിൽ നിന്ന് ചൊല്ലിയ ദിക്റാണ്. ഇപ്പോൾ എല്ലാവർക്കും ഏതാണ്ട് ഈ ദിക്ർ എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവും. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ എന്ന ദിക്റാണ് ഇത്. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. ഒറ്റ പ്രാവശ്യം ചൊല്ലിയപ്പോഴത്തേക്കും എനിക്ക് ഉത്തരം കിട്ടിയ ദിക്റാണിത്. ഒരു ദിവസം കൊണ്ട് ഇത് ചൊല്ലിയപ്പോൾ ഫലം കിട്ടിയിട്ടുണ്ട്. വളരെ മഹത്വമുള്ള ഒരു ദിക്റാണിത്. എല്ലാവർക്കും അറിയാം ഈ ദിക്റിൻ്റെ ശ്രേഷ്ഠതകളും ഇതിൻ്റെ പുറകിലുള്ള ചരിത്രങ്ങളും എല്ലാം. നമ്മൾ പല സ്ഥലത്ത് നിന്നും ഇതിൻ്റെയൊക്കെ മഹത്വം കേൾക്കാറുണ്ട്. അതുപോലെ ഖുർആനിലുള്ള ഒരു ദിക്ർ കൂടിയാണ്. അപ്പോൾ അത്രയ്ക്കും ഫലമുള്ള ഒരു ദിക്റും കൂടിയാണ്. ചൊല്ലിയപ്പോൾ പെട്ടെന്ന് ഫലം എല്ലാവർക്കും കിട്ടുന്ന ഒരു ദിക്റും കൂടിയാണ്. അതുകൊണ്ട് നിങ്ങളും ഞാൻ ഈ പറയുന്ന പോലെ ചൊല്ലുക. ഒരു മുഅ്മിനായ ഒരാൾ ഈ ദിക്ർ ചൊല്ലി ദുആ ചെയ്താൽ ഉത്തരം ഉറപ്പാണ് എന്നാണ്. ഒരുപാട് ചരിത്ര പുസ്തകങ്ങൾ ഇതിനെക്കുറിച്ച് വായിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് അതിൽ നിന്നെല്ലാം കിട്ടിയ അറിവിനെക്കുറിച്ചാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഞാൻ ചൊല്ലിയിട്ട് ഞങ്ങൾക്ക് പറഞ്ഞു തന്ന അത് കേട്ട് നമ്മുടെ പ്രശ്നങ്ങൾ മാറാൻ ഇത് ചൊല്ലി ആത്മാർത്ഥമായി ദുആ ചെയ്യുക. 7 ദിവസം ചൊല്ലാൻ നിയ്യത്താക്കിയിട്ട് ഒറ്റ ദിവസം കൊണ്ട് തന്നെ ഉത്തരം കിട്ടി. എന്നാലും ഞാൻ 7 ദിവസം ചൊല്ലി തീർത്തു. അത്രയ്ക്കും ഫലമുള്ള ഒരുപാട് പേർക്ക് ഉത്തരം കിട്ടിയ ദിക്റാണ്. ചിലപ്പോൾ ഇത് കേൾക്കുന്ന നിങ്ങൾക്കും ഇതുപോലെ ഫലം കിട്ടിയവരുണ്ടാവും. വിഷമങ്ങൾ മാറും, സങ്കടങ്ങൾ മാറും. നിങ്ങൾ ആത്മാർത്ഥമായി ചൊല്ലുക. കാരണം നമ്മുടെ മനസ്സിൽ നാം വേറെന്തൊക്കെയോ ചിന്തിച്ചുകൊണ്ടല്ലാതെ നമ്മുടെ വിഷമം എന്താണോ അത് മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് ചൊല്ലുക. ആ പ്രയാസം മാറാൻ വേണ്ടി ചൊല്ലുക. എന്തിനാണോ ചൊല്ലുന്നത് ആ കാര്യം മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് ചൊല്ലുക. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഉത്തരം ലഭിക്കും ഇൻഷാ അല്ലാഹ്. ഉറപ്പാണ്. ഞാൻ ഇത് ചൊല്ലിയത് സുബ്ഹി നിസ്കാര ശേഷമാണ്. പ്രഭാത സമയം. ആ സമയം ദിക്ർ ചൊല്ലാൻ പറ്റിയ സമയമാണ്. സുബ്ഹി നിസ്കാര ശേഷം 1000 തവണ ചൊല്ലാനാണ് ഞാൻ നിയ്യത്ത് വെച്ചത്. ഒരു സുബ്ഹി രാത്രി കഴിഞ്ഞ് അടുത്ത സുബ്ഹി ആവുന്നതിന് മുമ്പ് തന്നെ ഉത്തരം കിട്ടി. ഒരു ദിവസം തീരുന്ന മുമ്പ് ഉത്തരം കിട്ടി. അപ്പോൾ വല്ലാത്ത സന്തോഷം തോന്നി. നിങ്ങൾക്ക് എപ്പോഴാണോ സമയം കിട്ടുന്നത് ആ സമയത്ത് ചൊല്ലുക. രാത്രി തഹജ്ജുദ് നിസ്കാര ശേഷം അല്ലെങ്കിൽ സുബ്ഹിക്ക് ശേഷമാണ് ചൊല്ലൽ നല്ലത്. കാരണം ആ സമയത്ത് നമുക്ക് വളരെ ശ്രദ്ധയോടെ ആരുടെയും ഒരു ശല്യവുമില്ലാതെ ആത്മാർത്ഥമായി ചൊല്ലാൻ കഴിയും. അതുപോലെ നിസ്കരിച്ച ഉടനെ ആ പായയിൽ ഇരുന്നു കൊണ്ട് തന്നെ കിബിലക്ക് മുന്നിട്ടുകൊണ്ട് ഇരുന്നു ചൊല്ലുക. 1000 തവണ നിയ്യത്താക്കി സുബ്ഹി നിസ്കാര ശേഷം നിയ്യത്താക്കി ചൊല്ലുക.
തുടർച്ചയായി 7 ദിവസം ചൊല്ലുക. എന്ത് ഉദ്ദേശമാണോ ഉള്ളത്, എന്ത് ആഗ്രഹമാണോ നടക്കാനുള്ളത്, ജോലി ശരിയാവാനാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ കടം വീടാനാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ മക്കളുടെ വിവാഹം ശരിയാനാണെങ്കിൽ അങ്ങനെ, ആ നിയ്യത്തോടെ മനസ്സിൽ ഉറപ്പിച്ച് ആത്മാർത്ഥതയോടെ ചൊല്ലുക. ഇൻഷാ അല്ലാഹ് ഹൈറാണെങ്കിൽ അള്ളാഹു അത് നടത്തി തരിക തന്നെ ചെയ്യും. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. ഇതിൻ്റെ അർത്ഥം, നിനക്ക് മാത്രമേ ആരാധന അർഹതയുള്ളൂ, നീ പരിപാവനനാണ്, ഞാൻ അന്യായം ചെയ്തവരിൽ ഒരാളാണ്. അസ്സലാമു അലൈക്കും.